പാലക്കാട് പട്ടഞ്ചേരി നാവുകോട് അച്ഛന്റെ മരണാനന്തര ചടങ്ങുകളിൽ നിന്ന് മകളെ പ്രാദേശിക സാമുദായിക നേതാക്കൾ ഇറക്കിവിട്ടെന്ന് പരാതി. അന്ത്യകർമ്മങ്ങൾ പോലും ചെയ്യാൻ അവസരം നിഷേധിച്ചെന്നാണ് മകൾ പറയുന്നത്. അച്ഛൻ വൈകിട്ട് 7 മണിക്ക് മരിച്ചു. അച്ഛനെ കുളിപ്പിക്കുന്ന സമയമാവുമ്പോൾ എന്നോട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു. 9 വർഷത്തിന് മുന്നേ എൻ്റെ ഭർത്താവുമായിട്ട് ഈ ദേശത്തൊരു ചെറിയ പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നു. ആ പ്രശ്നത്തിൽ അവരെന്നെ ആദ്യം വെച്ചിട്ട് പഴിമുട്ടാൻ വേണ്ടി ചെയ്തു. ഇരിക്കുന്നൊന്നും സഹോദരനും പറഞ്ഞില്ല. ഭർത്താവ് മരിച്ച സമയത്ത് 9 വർഷത്തിന് മുന്നും ഒരു വണ്ടി ആക്സിഡൻറ്റിൽ അയാൾ മരിച്ചത്. അയാളുടെ ചടങ്ങിനും ഒന്നും ഞാൻ നിന്നില്ല. ഇവരിന് ഞാനൊന്നും എൻ്റെ മകൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്തും ഇവരൊന്ന് നിൽക്കുക ചെയ്യുമെന്നും അവർ ആ സമയത്തും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതേസമയം ആരെയും ഇറക്കി വിട്ടിട്ടില്ല എന്നാണ് സാമുദായിക നേതാക്കളുടെ വിശദീകരണം. ഇല്ല ഞങ്ങള് എന്റെ പെങ്ങളാണ്, ചെറിയച്ഛന്റെ മകളാണ്. എന്റെ അനിയനും അവർ തമ്മിൽ ചെറിയ എന്തോ ഒരു ഇതന്നെയാണ്. അല്ലാതെ വേറെ ഞങ്ങൾ സമുദായമായിട്ടൊന്നും ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ സമുദായമായിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല സാറേ. സമുദായം ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, എന്താണ് സംഭവം? ഉന്മേഷ്, ഈ നൗക്കാട് പട്ടഞ്ചേരി മേഖലയാണ്. ആ മേഖലയിലാണ് സാമുദായിക നേതാക്കൾ, അച്ഛൻ മരിക്കുന്നു, അച്ഛൻ 80-കാരനാണ്, 50-കാരിയാണ് ഈ മകൾ, അച്ഛനെ നോക്കിയിരുന്നത് പൂർണ്ണമായി ഈ മകളാണ്. എന്തായാലും ഈ മകളെ ചടങ്ങിൽ നിന്ന് ഇറക്കി വിട്ടുവെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇതിൽ വളരെ വ്യക്തമാണ്, നമ്മൾ ഇന്നലെ ആ പ്രദേശത്ത് പോയതാണ്. അവിടെ നിന്ന് നമുക്ക് മനസ്സിലായത് ഈ സാമുദായിക നേതാക്കൾ ആ പ്രദേശത്ത് അതുവരെ ഉണ്ടായിരുന്നു. ആ മരിച്ച മൃതശരീരത്തിനരികിൽ അതുവരെ മകൾ ലീല ഇരുന്നിരുന്നു. പക്ഷേ അന്ത്യകർമ്മങ്ങൾക്കായി എടുക്കാൻ നേരം സഹോദരനോട് സാമുദായിക നേതാക്കളിൽ ചിലർ ആവശ്യപ്പെടുകയായിരുന്നു, മകൾ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ തങ്ങൾ സാമുദായിക പ്രവർത്തകർ ആരും തന്നെ ഈ കർമ്മത്തിൽ പങ്കെടുക്കില്ല, കർമ്മം ചെയ്യില്ല എന്ന്. അങ്ങനെ കുറച്ചു നേരം ആ ഒരു സ്ട്രെസ്സിൽ, ആ ഒരു സമ്മർദ്ദത്തിൽ ആ സഹോദരൻ ശ്രീധരന് നിൽക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ശ്രീധരന്റെ പ്രതികരണം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ശ്രീധരൻ വളരെ വ്യക്തമായി പറയുന്നു, സാമുദായിക നേതാക്കളുടെ സമ്മർദ്ദമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് സഹോദരിയോട് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അതിനുശേഷം അന്ത്യകർമ്മങ്ങളുണ്ട്, കാലുപിടിക്കുക, മൃതദേഹത്തിന് കാലുപിടിച്ച് വണങ്ങി മടങ്ങുക, അവസാനമായി ഒരു നോക്ക് കണ്ട് മടങ്ങുക എന്ന ചടങ്ങൊക്കെ ഉണ്ട്. അതൊന്നും തന്നെ പൂർത്തീകരിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. എന്നാലും ആ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിന് മുൻപ് തന്നെ ആ പ്രദേശത്ത് നിന്ന് മൃതശരീരത്തിനടുത്ത് നിന്ന് സ്വന്തം വീട്ടിലേക്ക്, ഏതാണ്ട് മീറ്ററുകൾക്ക് അപ്പുറത്തുള്ള സ്വന്തം വീട്ടിലേക്ക് ഈ ലീലയ്ക്ക് പോകേണ്ടി വന്നു. എന്തായാലും ലീല അതിനുശേഷം വീണ്ടും ഈ സംസ്കാര ചടങ്ങുകൾ ദഹനം കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ആ തറവാട്ടിലേക്ക് തിരിച്ചെത്തിയത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. അടിയന്തരമായി ഇന്ന് രാവിലെ 10 മണിക്ക് തന്നെ സമുദായ നേതാക്കളോട് തത്തമംഗലം പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാനാണ് പോലീസിന്റെ നിർദ്ദേശം. അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് പാലക്കാട് വിവരങ്ങൾ നൽകിയത്.